ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിവിടെ കാണിക്കുന്നത് ഒരു 400 സ്ക്വയർ ഫീറ്റിലുള്ള വീടിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസാണ്. നമ്മളിൽ ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് കുറഞ്ഞ ഏരിയയിൽ അത്യാവശ്യ സൗകര്യങ്ങളോട് കൂടിയ ഒരു ചെറിയ വീട് എന്നുള്ളത്. മാത്രമല്ല, ഇപ്പോൾ ചെറിയ വീട് അത്യാവശ്യം സൗകര്യങ്ങളൊക്കെയുള്ള ഫെസിലിറ്റീസ് എല്ലാം ഉൾക്കൊണ്ട ഒരു ചെറിയ വീട്, അത് ഫിനിഷ് ആയിട്ടുള്ള വർക്കൊക്കെ ചെയ്ത് ഇൻറ്റീരിയർ ഡിസൈനിങ് ഒക്കെ ചെയ്തിട്ടുള്ള തരത്തിൽ അങ്ങനെയുള്ള വീടുകൾ ഇപ്പോൾ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഹൗസ് ഡിസൈനിനെ കുറിച്ചുള്ള കോൺസെപ്റ്റൊക്കെ ഇപ്പോൾ നല്ലോണം ചേഞ്ച് ആയിട്ടുണ്ട്. ഓരോരുത്തർക്ക് അവരുടേതായ രീതിയിലുള്ള ഡിസൈനാണ് വേണ്ടത്. അപ്പോൾ ചെറിയ വീടുകൾ ഇപ്പോൾ നല്ല ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ബിക്കോസ് അതിൽ അത്യാവശ്യം ഫെസിലിറ്റീസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാകും. ഫിനിഷിംഗ് ഉണ്ടായിരിക്കും, ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്യാം. കുറഞ്ഞ ചിലവിൽ തന്നെ എല്ലാം ഒതുങ്ങുന്ന ഒരു ലോ ബഡ്ജറ്റിലുള്ള ഹൗസ് ഒരുപാട് പേരുടെ ഒരു ആഗ്രഹമാണ്. അപ്പം അങ്ങനെ രീതിയിലുള്ള ഒരു പ്ലാൻ ഡീറ്റെയിലാണ് ഇവിടെ കാണിക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ നമുക്ക് വീട് ബഡ്ജറ്റ് ഹോം എന്ന രീതിയിൽ വീട് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇവിടെ കാണിക്കുന്നത് 400 സ്ക്വയർ ഫീറ്റിലുള്ള ഹൗസിൻ്റെ ഡീറ്റെയിൽസാണ്. സോ നമുക്കിതിൻ്റെ പ്ലാൻ ഡീറ്റെയിൽസ് നോക്കാം. ഞാൻ പറഞ്ഞു, ഇത് 400 സ്ക്വയർ ഫീറ്റിൽ 2 ബെഡ്റൂം, കിച്ചൺ, ലിവിങ്, ടോയ്ലറ്റ്, സ്റ്റോർ, ഇത്രയും സ്റ്റെയർ കേസ്, ഇത്രയും ഫെസിലിറ്റീസ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ നിന്ന് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന സിറ്റ് ഔട്ട് എന്നുള്ള ഏരിയ ഒഴിവാക്കിയിട്ടുണ്ട്. സോ നമ്മൾ ഇവിടെ എൻട്രി വരുന്നത് ഡൈനിങ് ആൻഡ് ലിവിങ് റൂമിലേക്കാണ്. ഡൈനിങ് ആൻഡ് ലിവിങ് വരുന്നത് 136 സ്ക്വയർ ഫീറ്റ്. അതായത് ഞാനിവിടെ ഡൈനിങ് ആൻഡ് ലിവിങ് ഏരിയയിൽ ഉൾപ്പെട്ടിട്ടുള്ളത് ഈ ഒരു സ്റ്റെയർ കേസ്, അതിൻ്റെ ലാൻഡിങ്, അതുപോലെ ഈ ഒരു വാഷ് ഏരിയ, ഇത്രയും സ്പേസിൻ്റെ ഒരു ഏരിയയാണ് ഈ 136 സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഡബിൾ ഡോർ എൻട്രി കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഇവിടെ നമ്മൾ സ്റ്റെയറിൻ്റെ അപ്പ് വരുന്നത് ഇവിടെ സ്റ്റെയർ ലാൻഡിങ് വരും. അത് നമ്മൾ സ്റ്റോറിലേക്ക് സ്റ്റോർ ആക്കിയിട്ട് അതിൻ്റെ ലാൻഡിങ്ങിൻ്റെ താഴ്ഭാഗം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള വീടിൻ്റെ പ്രത്യേകത മാക്സിമം നമ്മൾ സ്പേസ്. പിന്നീട് വരുന്നത് ബെഡ്റൂം 1 ആൻഡ് ബെഡ്റൂം 2. ഇതിലേക്ക് രണ്ടിൽ നിന്നും ഈ ഒരു ലിവിങ് ഏരിയയിലേക്ക് ആക്സസ് കൊടുത്തിട്ടുണ്ട്, ഡോറ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ടോയ്ലറ്റ്, കോമൺ ടോയ്ലറ്റാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. സോ ഇത് ടോയ്ലറ്റ്. ദെൻ ഇവിടെ നമുക്കൊരു വാഷ് ബേസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ ഇതാണ് കിച്ചണിലേക്ക് നമ്മളിവിടെ നിന്ന് ആക്സസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കിച്ചണിന് അറ്റാച്ച്ഡ് ആയിട്ട് സ്റ്റോർ. ഓക്കെ, ദെൻ നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്തേക്കുള്ള സ്റ്റെപ്സ് ഡോറ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് നമ്മൾ ഈ ഒരു പ്ലാനിൽ കാണിച്ചിട്ടുള്ളത്. ബെഡ്റൂം 1 വരുന്നത് 80 സ്ക്വയർ ഫീറ്റ്, ബെഡ്റൂം 2 88 സ്ക്വയർ ഫീറ്റ്, ടോയ്ലറ്റ് 24 സ്ക്വയർ ഫീറ്റ്, കിച്ചൺ 72 സ്ക്വയർ ഫീറ്റ്. പിന്നെ നമ്മൾ പറഞ്ഞു ഈ ഒരു ഏരിയ 136 സ്ക്വയർ ഫീറ്റ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു പ്ലാനിൽ ഡീറ്റെയിൽസ് പറയാനുള്ളത്. പിന്നെ നമ്മൾ വിൻഡോസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 2 വിൻഡോസ്, ടോയ്ലറ്റിന് വെൻറ്റിലേറ്റർ, ആൻഡ് ബെഡ്റൂമിൻ്റെ 2 വിൻഡോസ്, കിച്ചണിന് വിൻഡോസ്, ഇത്രയും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ ടോട്ടൽ ഏരിയ 20x20 അതാണ്. അതായത് 20 ഫീറ്റ് ലെങ്ത് ആൻഡ് 20 ഫീറ്റ് വിഡ്ത്ത് വരുന്ന ഒരു ഹൗസാണ്. അപ്പോൾ കറക്റ്റായിട്ട് 400 സ്ക്വയർ ഫീറ്റാണ് ഇത് വരുന്നത്. ഏകദേശം 1500 പെർ സ്ക്വയർ ഫീറ്റ് എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 400 സ്ക്വയർ ഫീറ്റിന് വരിക 6 ലക്ഷം രൂപയാണ്. സോ നമ്മുടെ ഇത് ഒരു 6 ലക്ഷം രൂപക്ക് കൺസ്ട്രക്ഷൻ കഴിഞ്ഞാലും ബാക്കി ഇൻറ്റീരിയർ ആൻഡ് നമുക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ ലാൻഡ്സ്കേപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാലും ഏകദേശം ഒരു 10 ലക്ഷത്തിൻ്റെ ഉള്ളിൽ തന്നെ, 10 ലക്ഷം വേണ്ട, ഒരു 8 ലക്ഷത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഈ ഒരു വീട് ഒതുക്കാൻ കഴിയും. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഇൻറ്റീരിയർ, ലോ ബഡ്ജറ്റിലുള്ള ഇൻറ്റീരിയർ ഡിസൈൻസ്, മെറ്റീരിയൽസൊക്കെ യൂസ് ചെയ്താൽ തന്നെ ഒരു 8 ലക്ഷം രൂപയിൽ ഈ ഒരു വീട് നമുക്ക് കൺസ്ട്രക്റ്റ് ചെയ്യാൻ കഴിയും.